ഇലകുഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി മറഞ്ഞുപോയി. ആ മന്ദഹാസം ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി. അധ്യക്ഷൻ ശ്രീ റജി കുഞ്ഞാപ്പി നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്ന സുഷമ ടീച്ചർക്ക് എത്താൻ സാധിച്ചില്ല. നമ്മൾ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരുന്ന നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ഭദ്രപിള്ള സാറ്, ഒപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ മികച്ച അധ്യാപകരുടെ അവാർഡ് നേടിയ ഷുക്കൂർ സാർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ രക്ഷാധികാരിയും നമ്മുടെയൊക്കെ ഗുരുനാഥനുമായ മോഹനമ്മ സാർ, കൂടാതെ ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, കുട്ടികളെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രിൽ മൂഡിലാണ്. കഴിഞ്ഞ 27 വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതും പല പല കുസൃതികൾ ചെയ്തതും തമാശകൾ കാട്ടിയതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും എല്ലാം ഓർക്കുവാനും ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. നമ്മുടെ സങ്കല്പത്തിലുള്ളത് ഇങ്ങനെയുള്ള ഒരു ചടങ്ങല്ല, നമ്മുടെ ഒരു വലിയ പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരോടും ഒത്തുകൂടി പരസ്പരം കാണുക, സഹകരിക്കുക, സല്ലപിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. കൂടാതെ നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ ഷുക്കൂർ സാറിന് ഒരു ആദരം നൽകണമെന്നുള്ളത് ആരംഭത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊരു ചെറിയ ഒരു സംഭവത്തോടുകൂടി വേണ്ട, അത് നമ്മൾ ഇച്ചിരി വിപുലമായി തന്നെ ചെയ്യണം എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് നമുക്കൊരു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് സാറിനെ ആദരിക്കുകയും ചെയ്യാം, നമുക്ക് പരസ്പരം ഒന്ന് കാണുകയും ചെയ്യാമെന്ന് നമ്മൾ കരുതിയത്. നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഏകദേശം ഒരു 4-6 വർഷത്തോളമാണ് പ്രവർത്തിക്കുന്നെങ്കിലും കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മൾ 2-3 വർഷക്കാലമായി നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ കാര്യങ്ങളിലായാലും നമ്മുടെ കൂട്ടുകാർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കായാലും മറ്റ് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും നമ്മുടെ ഈ ചങ്ങാതി കൂട്ടം പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പരസ്പരം ഗ്രൂപ്പുകൾ വഴി ചർച്ചകളിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ തരികയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നിലിപ്പോ അർപ്പിതമായ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഏത് രാത്രിയിലും പകലും നമ്മളോടൊപ്പം നിന്ന് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ, വിദേശത്താണ് പുള്ളി, ഇതിനു വേണ്ടി മാത്രമാണ് ഈ ചടങ്ങിന് എത്തിയിരിക്കുന്നത്, റജി. അപ്പം അദ്ദേഹം എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം ഉണ്ട്. അതിനാൽ ഈ ആദ്യമായി അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
കൂടാതെ നമ്മുടെ ഇപ്പം ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന സ്കൂളിന്റെ മാനേജറാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ സ്കൂളിൽ നമ്മുടെ പരിപാടികൾക്കൊക്കെ ഏത് സമയത്ത് ചെന്ന് ചോദിച്ചാലും വളരെ സന്തോഷപൂർവ്വം അനുവാദം തരികയും നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു തരികയും ചെയ്യുന്ന ഭദ്രപിള്ള സാറിനെ ഞാൻ എൻ്റെ പേരിലും നമ്മുടെ നെല്ലിമരത്തണൽ ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുക്കൂർ സാറിനെ കുറിച്ചാണ്. പറയാൻ വാക്കുകളില്ല. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ പഠിക്കാൻ സാധിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ്. പത്രമാധ്യമങ്ങളിലെല്ലാം SVPMHSന്റെ പേര് പറയുമ്പോൾ സത്യം പറയാൻ നമ്മുടെ മനസ്സിൽ കോരിത്തിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പഠിച്ച എൻ്റെ മക്കളോട് പോലും എനിക്ക് പറയാൻ അഭിമാനത്തെ പറയും, ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു അധ്യാപകനാണ് മികച്ച അധ്യാപകനായിട്ടുള്ള അവാർഡ് നേടി എന്ന് പറയുന്നതിൽ തന്നെ വളരെയധികം അഭിമാനമുണ്ട്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ എൻ്റെ പേരിലും നമ്മുടെ നെല്ലിമരത്തുള്ള ചങ്ങാതിക്കൂട്ടത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹനൻ സാറിനെ കുറിച്ചാണ്. അത് പറയുകയാണെങ്കിൽ വളരെയധികം ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിപ്പോ ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുനാഥനേക്കായി അപ്പുറം നല്ലൊരു സുഹൃത്താണ്, വഴികാട്ടിയാണ്. എന്തിനും ഏത് സമയത്തും പ്രായാധിക്യം മറന്ന് എന്തിനും ഞങ്ങളെക്കായി ചൊല്ലിയപ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നത് പരിചയപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രവമായി സ്വാഗതം ചെയ്യും. പിന്നെ നമ്മുടെ കൂട്ടുകാരാണ്. ഇപ്പൊ ട്രഷററായിട്ടുള്ള ഷെമീമുണ്ട്, വൈസ് പ്രസിഡന്റ് സുരേഖയുണ്ട്, പിന്നെ ബിജു ഉണ്ട്, പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ളത്, പിന്നെ നമ്മുടെയൊക്കെ കോർ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുണ്ട്. നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ കുടുംബാംഗങ്ങളാണ്. നിങ്ങൾ അന്യരല്ല, ഞങ്ങളുടെ ഭാഗം തന്നെയാണ്. അത് ഞങ്ങൾ സുഹൃത്തുക്കൾ സെപ്പറേറ്റ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല. ഞങ്ങളുടെ ഭാഗം തന്നെയാണ് നിങ്ങൾ. കുടുംബാംഗങ്ങളും കുട്ടികളും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കിവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ, അതുപോലെ കാറ്ററിംഗുകാര്, മറ്റ് ഹെൽപ്പേഴ്സ്, ഇവരെല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി ഭദ്രൻ സാറിനെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യരെ, നമ്മുടെ ഇന്നത്തെ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ റേജെ കുഞ്ഞപ്പൻ, നമ്മുടെ SVPMHSലെ ദേശീയ അവാർഡ് നേടിയ ഏറെ ബഹുമാന്യനായ ഷുക്കൂർ സാറ്, നമ്മുടെ ഈ സ്കൂളിൽ നിന്നും വിരമിച്ച ഏറെ ബഹുമാന്യനായ മോഹൻ സാറ്, SVPMHSലെ സ്റ്റാഫ് സെക്രട്ടറി ഏറെ ബഹുമാന്യനായ രാജീവ് സാറ്, സ്നേഹം നിറഞ്ഞ ഭാരവാഹികളെ, മറ്റ് സ്നേഹം നിറഞ്ഞ 1994 ബാച്ച് വിദ്യാർത്ഥി സംഘടനകളെ, മറ്റ് സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യമായിട്ട് പോലും ഇത്രയേറെ സഹപാഠികൾ ഇവിടെ ഒത്തുകൂടി കുടുംബസമേതം എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒന്നാണ്. അതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ഈ
1994 ബാച്ച് ഇന്ന് വളരെയേറെ ഉന്നതങ്ങളിൽ എത്തി ജോലി സമ്പാദിച്ച് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ കുടുംബപരമായി വളരെ നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരും ആണ്. തുടർന്നും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ നമ്മുടെ നാടിന് പ്രയോജനകരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ഈ ജഗദീശ്വരന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപക അവാർഡ് നേടിയ ഷുക്കൂർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ വേദി എന്ന് പറയുന്നത് നന്മവണ്ടി ഈ നാട്ടിലുടനീളം നിറദീപങ്ങളുമായി, അതായത് നമ്മുടെ പുതിയ നെഞ്ചുരോഗ ആശുപത്രി, അതുപോലെ തന്നെ നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, കൂടാതെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ നന്മവണ്ടി ഒരു നേരത്തെ ആഹാരം എത്തിക്കുന്നു എന്നുള്ളത് ഈ പുണ്യഭൂമിയിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം മരുന്ന് വാങ്ങാൻ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിന് പൈസ സമാഹരിച്ച് അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിലും വളരെയേറെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മാന്യമായ പ്രവർത്തനം അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചു എന്നുള്ളത് കൂടാതെ അദ്ദേഹത്തിന് ഒരു ഇരട്ട സൗഭാഗ്യമാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടി എന്നുള്ളത് കൂടാതെ തന്നെ അടുത്ത ഹെഡ്മാസ്റ്റർ പദവിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു മാന്യ വ്യക്തി കൂടിയാണ്. ഈ സ്കൂളിൻ്റെ ഉന്നത നിലവാരത്തിനും അതുപോലെ തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉയർന്നു വരുന്നതിനും സ്കൂളിലെ വിദ്യാർത്ഥികളെ സന്മനസ്സുള്ളവരാക്കിയും അതുപോലെ തന്നെ സഹകരണമുള്ളവരാക്കി വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും വളരെയേറെ കഠിന പരിശ്രമം എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഈ 1994 നെല്ലിമരച്ചുവട്ടിൽ എന്നുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അവരുടെ കുടുംബാംഗങ്ങളും വളരെയേറെ സൗഹാർദ്ദത്തോടുകൂടി എന്നും ജീവിക്കട്ടെ എന്നും ജഗദീശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്നും ഇന്ന് ഇത്രയേറെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. നമ്മുടെ രക്ഷകർത്താക്കളാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചത്. അവരെ നമ്മൾ ഒരിക്കലും മറക്കുവാൻ, ഒരിക്കലും അവരെ നമ്മൾ സംരക്ഷിക്കാതിരിക്കുകയോ ചെയ്യരുതെന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ സൗഹാർദ്ദങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തിയായ ഷുക്കൂർ സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിലേക്കായി അദ്ദേഹത്തിനെ പൊന്നാട അണിച്ച് ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ രക്ഷാധികാരി കൂടിയായ മോഹൻ സാറിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ അധ്യക്ഷനെയാണ് ആദരപൂർവ്വം ആദ്യമായി കാണേണ്ടത്. ഞാനും അധ്യക്ഷനും നിങ്ങളെല്ലാവരും നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ന് നെല്ലിമരത്തണലിലെ ചങ്ങാതിക്കൂട്ടത്തിലെ അംഗങ്ങളായി നാം ഇവിടെ നിൽക്കുകയാണ്. എങ്കിലും പ്രിയപ്പെട്ട അധ്യക്ഷൻ റജി കുഞ്ഞപ്പി, ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ഈ സ്കൂൾ മാനേജർ ശ്രീ ഭദ്രംപിള്ള സാർ, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം മറന്ന് നമുക്കത് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു ഭാഗ്യമാണ്. അതും ഈ ശിശുദിനത്തിൽ തന്നെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഏറെ സുഹൃത്തുക്കൾക്ക്, കുറേയേറെ സ്റ്റുഡൻസും ഉണ്ട് എൻ്റെ ഗ്രൂപ്പിൽ കേട്ടോ, വാട്സപ്പ് ഗ്രൂപ്പിൽ. അവർക്കൊക്കെ അയച്ച സന്ദേശം എന്ന് പറയുന്നത് ബാല്യത്തിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, ബാല്യമായിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ച ദൈവമേ ഒന്ന് പെട്ടെന്ന് മുട്ടനായിരുന്നെങ്കിൽ എന്നൊരു ചിന്തിച്ചു. പക്ഷെ മുട്ടനായി കഴിഞ്ഞപ്പോഴാണ് ബാല്യത്തിന്റെ സുഖം നമ്മൾ മനസ്സിലാക്കുന്നത്. സ്കൂളിലായിരുന്നപ്പോഴും എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ചു തീർത്ത് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിലേക്ക് വീണ്ടും ഇറങ്ങും. ആ സ്കൂളിന്റെ ഒരു സന്തോഷവും സുഖവും
പക്ഷെ നിങ്ങൾക്കൊക്കെ എന്നോട് വിരോധം കാണുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരുപാട് തയ്ക്കിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി മേടിച്ചവരൊക്കെ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യവും ആദ്യമായി മനസ്സിലാക്കുക, അന്നൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സ്നേഹം കൊണ്ട് അടിച്ചതാണെന്ന് കരുതി കളയണ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷുക്കൂർ സാറ് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ വന്ന കാലം മുതൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തനമാണ് അന്ന് മുതൽ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം വന്നതിൻ്റെ അടുത്ത വർഷമോ JRC എന്ന് പറഞ്ഞ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിനും ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമുള്ള ഒരവസരമാണ് അദ്ദേഹം. അപ്പൊ ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ്സാണ്. കുഞ്ഞുങ്ങൾ മുരടിച്ചു. സ്കൂളിൽ വരുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെറും പാഠപുസ്തക പഠനം മാത്രമല്ല. എഡ്യൂക്കേഷന്റെ നിർവചനം തന്നെ അതാണ്, ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ് എന്നാണ്. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ സർവതോമുഖമായ വികാസമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കണമെങ്കിൽ കുട്ടികൾ തമ്മിൽ ഇത്തിരി ഇടിയിടണം, ഇത്തിരി വഴക്കുറയണം, അങ്ങനെയൊക്കെ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അവന്റെ ആ ബ്രെയിന്, അവന്റെ മനസ്സിന് ആവശ്യമായ വികാസം പ്രാപിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള വികാസത്തിലേക്കാണ് ഷുക്കൂർ സാറ് JRC എന്ന പ്രസ്ഥാനത്തിലൂടെ തന്റെ കുട്ടികളെ വളർത്തിയെടുത്തത്. എന്നും എല്ലാ ദിവസവും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പരിപാടികളിൽ, ഫംഗ്ഷനുകളിൽ JRCയുടെ പങ്കാളിത്തം അന്നു മുതൽ ഇപ്പോൾ വരെയും ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള JRC കേഡറ്റ്സുകളുടെയും. അത് ഒരു കാര്യം നാം ഓർക്കണം, NCCയിലോ സ്കൗട്ടിലോ ഒക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുമ്പോൾ JRC കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു. പിന്നീടാണ് ഗ്രേസ് മാർക്കൊക്കെ വന്നത്. അങ്ങനെ മാർക്കിന് വേണ്ടി അല്ലായിട്ട് പോലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ആവേശം നൽകിയ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ അബ്ദുൽ ഷുക്കൂർ തികച്ചും ഈ അവാർഡിന് 100% അർഹനായിരുന്നു. ആ അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ദേശീയ അവാർഡ് ലഭിച്ചത്. അതിൽ എല്ലാവരോടൊപ്പം നമ്മളും വളരെയേറെ സന്തോഷിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന് ഇത് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതോടൊപ്പം അദ്ദേഹത്തിന് ഇതിലും ഉന്നതമായ അവാർഡ് കരസ്ഥമാക്കാൻ കഴിയുമാറാകണമേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫംഗ്ഷനും ഒപ്പം ദേശീയ അവാർഡ് നേടിയ ഷുക്കൂർ സാറിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിവിനാൻ സാറിനെ ക്ഷണിച്ചു. നമസ്കാരം. ഞാൻ വലിയ പ്രാസംഗികമൊന്നുമല്ല. പ്രിയപ്പെട്ട അധ്യക്ഷൻ റജി പിന്നാപ്പി, മുഖ്യ അതിഥി ശ്രീ ഭദ്രമുള്ള സാർ, നമ്മുടെ എളിയ പരിപാടിയിൽ പങ്കെടുക്കുവാൻ യാതൊരു എതിർപ്പും കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന കേരള സർക്കാരിൻ്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ച ശ്രീ ഷുക്കൂർ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, എനിക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി ഷുക്കൂർ സാറിൻ്റെ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശംസ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെനിക്ക് വേദി ഒരുക്കി തന്ന നമ്മുടെ നെല്ലിമല ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി കടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റൊരു കാര്യം, സാറിൻ്റെ പ്രവർത്തന മേഖലകൾ, സാറിനെ എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ട്. പക്ഷേ സാറിൻ്റെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം മാത്രമാണ് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് മീഡിയ വഴിയും സോഷ്യൽ മീഡിയ വഴിയും കഴിഞ്ഞ മാസങ്ങളിലായി നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാറിൻ്റെ അധ്യാപനത്തെക്കുറിച്ചുള്ള ആ ശൈലി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ആ അധ്യാപന ശൈലി കുറ്റമറ്റതാണ് എന്നുള്ള കാര്യം സംശയമില്ല.
ഇപ്പൊ ഞാനിവിടെ സാറിന്റെ പ്രവർത്തന മേഖലകളെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ സുഹൃത്ത് രാജീവ് വരുന്നുണ്ട്. രാജീവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സാറുമായിട്ട് സഹകരിച്ചതാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രാജീവ് സംസാരിക്കും. അപ്പം എന്റെ വീക്ഷണത്തിലുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ എന്റെ കർത്തവ്യം അവസാനിപ്പിക്കാം. അപ്പൊ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ടീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ടീച്ചിങ്? സിമ്പിളായിട്ട് ടീച്ചിങ്ങിന്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ടീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പുസ്തകങ്ങളിലെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നവരാണ് ടീച്ചർമാർ, അല്ലെ? സിമ്പിളായിട്ട്. പക്ഷേ നമുക്ക് ആ ടീച്ചിങ്ങിനെ അത്ര സിമ്പിളായിട്ടൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്കൂളുകൾ അവരുടെ 2ാം വീട് എന്ന പോലെയാണ്. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന ടീച്ചർമാർ അവരുടെ 2ാമത്തെ മാതാപിതാക്കളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യ ചുവടുവെപ്പ് നമ്മൾ പഠിപ്പിക്കും, അല്ലേ? അതേപോലെ തന്നെയാണ് ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പുകൾ, അതായത് ആദ്യ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള അറിവുകൾ നൽകുന്നത് ടീച്ചേഴ്സാണ്. നമ്മുടെ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലയാണ്. ആ കല വഴിയാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസും നോളജും സന്തോഷകരമായി ജനിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് എക്സ്പ്രഷൻസും നോളജും ഒന്നും ഈ കുട്ടികൾ നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ഈ കാലഘട്ടത്തിൽ സന്തോഷകരമായ പഠനമാണ് പ്രധാനം. പഠനമുണ്ട്, പക്ഷെ സന്തോഷകരമായ പഠനമാണ് പ്രധാനം. അങ്ങനെ സന്തോഷം ജനിപ്പിക്കുന്ന പഠനം ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വഴിയും അതുവഴി ഉണ്ടാകുന്ന നോളജ് വഴിയുമാണ് സന്തോഷകരമായ പഠനം നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ അതേപോലെ കിട്ടും, അല്ലേ? അങ്ങനെയുള്ള മികച്ച അധ്യാപകന്റെ ഗുണഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പാഷൻ, അനുകമ്പ. അനുകമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് മാത്രമല്ല, മറ്റ് ജീവനക്കാരോടും മറ്റ് സ്റ്റാഫ് അംഗങ്ങളോടും രക്ഷകർത്താക്കളോടും അനുകമ്പ ഉള്ളവരായിരിക്കണം മികച്ച അധ്യാപകർ. അത് നമ്മുടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കും. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ടീച്ചിങ് ശൈലി, ആ കോശിവേദൻ സാറിന്റെ ടീച്ചിങ് ശൈലി ഞാൻ ഇപ്പോഴും അനുകരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അധ്യാപകർക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ശക്തി എന്താണെന്ന് തെളിയിച്ചു കൊടുക്കും. വിദ്യാഭ്യാസത്തിന്റെ ശക്തി എങ്ങനെ തെളിയിച്ചു കൊടുക്കും? വിദ്യാഭ്യാസത്തിന്റെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി അധ്യാപകൻ പഠിപ്പിക്കുന്ന ശൈലി, അതായത് അധ്യാപകൻ ഒരു വിദ്യാർത്ഥിക്ക് അത് ഓർത്തെടുക്കാനും സമയാസമയങ്ങൾ കൃത്യമായി അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വേണം അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ടത്. അങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈമിൽ കുട്ടിയെ കൃത്യമായി അതിലേക്ക് കണ്ണു തുറക്കുകയും അവന്റെ ഭാവി സജ്ജമാക്കുകയും ചെയ്യും. പിന്നെ മറ്റൊന്ന്, കഠിന പ്രയത്നം ചെയ്യുവാൻ അധ്യാപകർ വിദ്യാർത്ഥികളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സക്സസ് ഈസ് ബിൽഡ് അപ്പോൺ സക്സസ്. വിജയം വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ അങ്ങനെ കഠിന പ്രയത്നം ചെയ്യിപ്പിക്കാൻ വിദ്യാർത്ഥികളെ നിരന്തരമായി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം അധ്യാപകർ. അപ്പൊ ഇങ്ങനെയുള്ള ഗുണഗണങ്ങളാണ് മികച്ച അധ്യാപകനെ മറ്റുള്ള അധ്യാപകരിൽ നിന്നും വേർതിരിക്കുന്നത്. അപ്പൊ ഈ ഗുണഗണങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഷുക്കൂർ സാറിൽ നിക്ഷിപ്തമാണ്. സാറിന് ഇനിയും പുതിയ മേഖലകൾ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ സാറിനെ ശ്രദ്ധിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അധ്യാപക അവാർഡ് എന്ന് പറയുന്നത് തന്നെ പുള്ളിയുടെ പ്രതിബദ്ധത നിറഞ്ഞ പ്രയത്നത്തിലൂടെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ചെയ്ത കാര്യങ്ങളെ ആദരിക്കുക, അത് ആഘോഷിക്കുക എന്നുള്ളതാണ്. സാറിന് ഇനിയുള്ള പുതിയ പാതകൾ വളരെ നിഷ്പ്രയാസമായി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനും ഷാലിനും കൂടെ ഇവിടുന്നുണ്ട് ഷെരീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പഠിക്കുന്ന കാലത്തും വലിയ കള്ളനാണ്. കാര്യം ഈ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ഇവൻ വരുമ്പോൾ ഞാൻ ചോദിക്കും, എടാ എല്ലാം പഠിച്ചോ? പരീക്ഷയില്ലേ? ഇവൻ പറയുമ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു മാർക്കും കിട്ടത്തില്ല, വലിയ പാടായി പോയി. പക്ഷെ മാർക്ക് വരുമ്പോഴോ അവനായിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നതല്ലേ. ഇവിടെയും വന്ന് ആദ്യമേ അവൻ അപ്പീലൊക്കെ എടുത്ത് ഞാൻ
വലിയ പ്രസംഗികളല്ല, പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഒരുപാട് സമയം പറയേണ്ടി വരുമെന്ന്. പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇവിടെ ഷുക്കൂർ സാറിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സാറ് ഒരു മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഈ അവാർഡിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംസ്ഥാന അവാർഡ് എന്നുള്ളത് നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് മാത്രം കിട്ടുന്ന അവാർഡല്ല. നന്നായി പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്, അവർക്കെല്ലാം ഈ അത്തരത്തിലുള്ള അവാർഡ് കിട്ടണമെന്നില്ല. നന്നായി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മാതൃകയാകാൻ കഴിയുകയും കൂടെ ചെയ്യുമ്പോഴാണ് അവർക്ക് അവാർഡ് കിട്ടുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരി പറഞ്ഞു എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്താണ്. ആ പ്രത്യേകതയിൽ മറ്റൊന്നാണ് സാമൂഹ്യ പ്രതിബദ്ധത. സമൂഹത്തോട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാവും. അങ്ങനെ ഒരു പ്രതിബദ്ധത ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഷുക്കൂർ സാറിനെ പോലുള്ള അധ്യാപകന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഞങ്ങൾ സാറിന് അവാർഡ് കിട്ടിയ ദിവസം മുതൽ ഇന്ന് വരെയും ഇങ്ങനെ സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ 2 പ്രളയകാലം, ഈ 2 പ്രളയകാലം നമ്മൾ മറക്കില്ല. ഞങ്ങളുടെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് ആദ്യം ഈ പ്രളയബാധിത പ്രദേശത്തേക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളുമായി പോയ ഒരു സ്കൂൾ നമ്മുടെ സ്കൂളാണ്. അന്ന് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. മഴ പ്രളയം കാരണം ആരും പുറത്തിറങ്ങാൻ പറ്റാത്ത ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഷുക്കൂർ സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും കുട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആവേശത്തിൽ 1-2 ദിവസം ചെയ്യും എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ സാർ ഇപ്പോഴും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സാറ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ PRO ആണ്. അതുപോലെ ഇത്തരത്തിൽ അഭയകേന്ദ്രങ്ങൾ പോലെയുള്ളിടത്തെല്ലാം സാറിന്റെ സേവനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും സാറ് നമ്മുടെ സ്കൂളിനെ കൂടി അതിൽ പങ്കെടുപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടികളെ കൂടി ചേർത്തുകൊണ്ടാണ് സാർ പോകാറുള്ളത്. അതുകൊണ്ട് ഏത് പരിപാടി സാർ ചെയ്യുമ്പോഴും അതിന്റെ ഐഡന്റിറ്റി കിട്ടുന്നത് നമ്മുടെ സ്കൂളിലാണ്. ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോഴും നമ്മുടെ സംസ്ഥാനത്താകെ നമ്മുടെ സ്കൂള് ചർച്ച ചെയ്യപ്പെട്ടു. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമുക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ കഴിഞ്ഞു. അപ്പം സാറ് വെറുതെ ആരെങ്കിലും ഒന്ന് കൊടുക്കുന്ന അവാർഡല്ല, സാറിന്റെ പ്രവർത്തനത്തിന് കിട്ടിയ അവാർഡ് തന്നെയാണ് ഇത്. അത് നമുക്കെല്ലാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ നമുക്കെല്ലാം അഭിമാനിക്കാം. ബാക്കി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഈ സ്കൂളിലെ ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനം. ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷനും നെല്ലിമരത്തണലിൻ്റെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ റജി കുഞ്ഞമ്പി, ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ അമരക്കാരൻ ബഹുമാന്യനായ ശ്രീ ഭദ്രപ്രസാദ്, ഈ വേദിയിൽ വെച്ച് എന്നെ ആദരിച്ച എൻ്റെ ഗുരുനാഥൻ, നിങ്ങളുടെ നെല്ലിമരത്തണലിന് പ്രകാശവും വെള്ളവും ഒക്കെ നൽകി ആ നെല്ലിമരത്തണലിനെ ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ കോർഡിനേറ്ററും എൻ്റെ ഗുരുനാഥനുമായ മോഹന സാർ, സ്വാഗതം ആശംസിച്ച നെല്ലിമരത്തണലിൻ്റെ സെക്രട്ടറി ഷാലിൻ, ആശംസകൾ അർപ്പിച്ച TK കോളേജിലെ പ്രൊഫസർ ഷെമി അൻസർ, എൻ്റെ പ്രിയ സുഹൃത്തും എന്നെ ചേർത്ത് നിർത്തുന്ന ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് രാജചന്ദ്രപ്രസാദ്, ഈ ചങ്ങാതിക്കൂട്ടത്തിലെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, 2021 സംസ്ഥാന അധ്യാപക അവാർഡ് വടക്കുംതല SPPM ഹൈസ്കൂളിനാണ് ലഭിച്ചത്. ഈ അവാർഡിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല ഞാൻ ചെയ്തത്. 1999 ഈ സ്കൂളിൽ കയറാൻ എനിക്ക് അവസരം നൽകിയ അന്നത്തെ
മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട് ഞാൻ നന്ദി പറയുകയാണ്. അവരിവിടെ അധ്യാപകനായി കയറുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് മോഹൻ സാർ. 3 തലമുറയോടൊപ്പം എനിക്ക് പഠിപ്പിക്കാൻ അവസരം കിട്ടി. 1ാമത്തെ തലമുറയിലുള്ളതാണ് മോഹൻ സാർ, 2ാം തലമുറയിൽപ്പെട്ടതാണ് ഞാൻ ശിക്ഷപ്പെട്ട ടീച്ചറൊക്കെ, 3ാം തലമുറയിൽപ്പെട്ടവരാണ് രാജീവചന്ദ്രൻ സാറൊക്കെ. ആദ്യ തലമുറയിൽ വരുന്ന അധ്യാപകരോട് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അകലം പാലിച്ചിരിക്കണമായിരുന്നു. ഞങ്ങളെ അടുത്തിട്ട് വിളിപ്പിക്കത്തില്ല. അന്നത്തെ ഇവിടുത്തെ അധ്യാപകരൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ പേടിച്ചാണ് ഞാൻ സ്റ്റാഫ് റൂമിലേക്കൊന്നും ആദ്യം പോയിട്ടില്ല. എനിക്ക് പേടിയാണ്. അവിടെ ഇരിക്കുന്ന അധ്യാപകരുടെ പേരൊന്നും ഞാൻ പറയുന്നത്. അത്ര അകലം പാലിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടിയായിട്ട് എന്നെ അവിടെ കൊണ്ടെത്തി. അന്ന് എന്നെ സുരേഷ് സാറാണ് JRCയുടെ ചാർജ് ഏൽപ്പിക്കുന്നത്. മോഹൻ സാർ അത് പറഞ്ഞു. ആ ചാർജ് എടുത്തപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ തുടക്കം അതാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ അംഗീകാരം കിട്ടാൻ ജീവകാരുണ്യം എന്തെന്ന് എനിക്ക് പഠിപ്പിച്ചത് എൻ്റെ റെഡ് ക്രോസാണ്. ഞാൻ മറക്കില്ല ഒരിക്കലും. അതിലൂടെ എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ തുടങ്ങി. ആദ്യം ഞാൻ വരുമ്പോൾ UP-യിലാണ് കയറുന്നത്. ഗണിതമാണ് ഞാൻ പഠിപ്പിച്ചത്. എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. പക്ഷേ സബ്സിഡറി മാത്സ് ഉള്ളതുകൊണ്ട് എനിക്ക് മാത്സിന് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞു, പഠിപ്പിച്ചു. ഏത് വിഷയം പഠിപ്പിക്കാൻ പറഞ്ഞാൽ പഠിപ്പിക്കാനും ഏത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും ചെയ്യാൻ ഞാൻ സന്നദ്ധ കാണിച്ചത് എൻ്റെ ഗുരുനാഥന്മാരാണ് എന്നെ ഇവിടെയുള്ളത്. ഞാൻ ഇവിടെ കളിച്ചു വളർന്നതാണ് സ്കൂളിൽ. ഈ മുറ്റത്താണ് ഞാൻ കളിച്ചു വളർന്നത്. എൻ്റെ പുരയുടെ അപ്പുറമാണ്. ഇതുവഴിയാണ് ഞാൻ നടന്നു പോകുന്നത്. എൻ്റെ കുട്ടിക്കാലം മൊത്തം ഇവിടെ കളിച്ചു വളർന്നു. ഇവിടെ പഠിച്ചു. ഇവിടുത്തെ അധ്യാപകനെല്ലാം കഴിയും. എൻ്റെ മണ്ണാണ്. മാത്രമല്ല 2015 എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കിട്ടി. എൻ്റെ മകളിവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ കുടുംബമാണ്. എൻ്റെ കുടുംബത്തിൽ കിട്ടിയ ഒരു സന്തോഷമാണ്. 222ാമത്തെ ആദരവാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചത്. ഓരോ ആദരവുകളിലെയും ഈ അവാർഡിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്, ഈ അവാർഡ് യഥാർത്ഥത്തിൽ മന്ത്രിയുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. വെർച്വലായി മാത്രമേ ചടങ്ങ് നടന്നിട്ടുള്ളൂ. കോവിഡ് കാരണം അത് നീട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷേ അന്നു മുതൽ ഒരുപാട് മേഖലകളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ശിക്ഷകണത്തിൽ, ഗുരുക്കന്മാരിൽ നിന്ന്, പൂർവ്വ വിദ്യാർത്ഥികൾ, കൂട്ടായ്മയിൽ നിന്നൊക്കെ എനിക്ക് വിവിധ സംഘടനകളിൽ നിന്നൊക്കെ ആദരവുകൾ കിട്ടുക. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ, അവരെ പരിചയപ്പെടാൻ കഴിയത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഈ വിദ്യാലയത്തിലല്ല ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ, ഈ വിദ്യാലയത്തിലല്ല ഞാൻ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊന്നും ഇതിലൊരു പബ്ലിസിറ്റി കിട്ടത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു അധ്യാപകനാകാമോ, ഒരു അവാർഡ് കിട്ടിയേക്കാമായിരിക്കും. പക്ഷേ ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾക്കെല്ലാവർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചോട് ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ അധ്യക്ഷൻ UK-യിൽ നിന്ന് ഇതിനായിട്ട് വന്നാട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ കൂട്ടായ്മ ചേരാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പലരും വന്നാട്ടാണ് അറിയാൻ കഴിയുന്നത്. എത്ര സന്തോഷമാണ് എല്ലാവരെയും ഒന്ന് കാണാനുള്ള ആ ഒരു ആഗ്രഹം. യഥാർത്ഥത്തിൽ ഈ സ്കൂൾ ലെവലിൽ നിന്ന് കിട്ടുന്ന ആ കൂട്ടായ്മ വേറെ എവിടെയും കിട്ടത്തില്ല. ആ ബന്ധങ്ങൾ നിലനിൽക്കട്ടെ, സർവേഷൻ അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ ഈ സ്കൂളിൽ നമുക്ക് പഠിക്കാൻ കഴിയത് ഇത്തരത്തിൽ വലിയ ഒരു സ്കൂളിൽ പ്രദേശത്ത് വന്നതാണ്. 3 ദേവാലയങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ഒന്ന് ഇത് തന്നെയാണ്. യശസ്വരനായ ശ്രീകുമ്പളത്ത് ശങ്കുപിള്ള, കേരളത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു സ്കൂൾ തുടങ്ങാമായിരുന്നു. അന്നത്തെ ആ ദീർഘവീക്ഷണമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഉരുക്കു മനുഷ്യനായ അദ്ദേഹം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ പേരിൽ ഈ സ്കൂൾ തുടങ്ങി. 1953 തുടങ്ങിയ ഈ സ്കൂളിൽ എത്രയോ പ്രമുഖരെ, വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ കഴിയും. എത്രയോ ആൾക്കാർക്ക് തൊഴിൽ ലഭിച്ചു. അന്ന് ഈ സ്ഥലം കൊടുത്തത് പനേനാർകാവ് ദേവസ്വം ബോർഡുകാരാണ്. അവരോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അന്ന് ഒരുപാട് പേരുടെ കയ്യിൽ വസ്തുക്കളുണ്ടായിരുന്നു. ഇവരാരും കൊടുത്തില്ല. എൻ്റെ ഉപ്പ പറയും അന്ന് ഈ സ്ഥലങ്ങൾ കൊടുക്കാൻ ഒരുപാട് പേർക്ക് ആവശ്യപ്പെട്ടു, ആരും കൊടുത്തില്ല. സ്കൂൾ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. ഇവിടെ എല്ലാവരുടെ കയ്യിൽ പണമുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു സ്കൂൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അന്ന് തുടങ്ങിയ കൂട്ടായ്മയാണിത്. ആ കൂട്ടായ്മയിലൂടെ അന്ന് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ ഒരു പിരിവാണ്. ഓരോ വീടുകളിൽ പോയി സാധനങ്ങൾ സമാഹരിച്ചാണ് സ്കൂൾ തുടങ്ങിയതായിട്ടാണ് എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലമാണ് പനേനാർകാവ്. അത് കഴിഞ്ഞാൽ ദേവീക്ഷേത്രം, അത് കഴിഞ്ഞാൽ ശ്രീകുമ്പളത്ത് ശങ്കുപിള്ളയുടെ പേരിൽ നാമകരണം ചെയ്ത ഒരു ഗ്രന്ഥശാല. ഇത് 3മാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഇത് തന്നെയാണ് നമ്മളുടെ വിജയം. ഇവിടെ പഠിച്ചറിയ ഓരോ കുഞ്ഞുങ്ങളും പാഴായി പോയിട്ടില്ല. വിവിധ മേഖലകളിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുരുക്കന്മാർ എനിക്കുണ്ട്. എൻ്റെ ഗുരുനാഥന്മാർ ഇപ്പോൾ ഷെമി പറഞ്ഞതുപോലെ എനിക്കും ഇത്തരത്തിൽ ഐഡിയ ആയ ഒരുപാട് അധ്യാപകരുണ്ട്. എൻ്റെ ഗുരുനാഥൻ ഞാൻ മറക്കില്ല. MSN കോളേജിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും. തങ്കപ്പ സാറിനെയും
ജയമോഹൻ സാറിനെയൊക്കെ നിങ്ങൾക്കറിയാമേ, സാറിനെയൊക്കെ ഞാൻ അനുകരിച്ച കൂട്ടത്തിലാണ്. എനിക്ക് രസതന്ത്രം കൂടുതൽ സ്വാധീനിച്ച മേഖലകളാണ് അവരൊക്കെ. അതുപോലെ അവരുടെ ആ ഓരോ അധ്യാപകരെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ടോ, നമ്മൾ പഠിച്ച മേഖലകളാണ് നമ്മുടെ ഇത്തരത്തിലാക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചെടുത്ത അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഈ അധ്യാപകർ നൽകിയ മാതൃകകൾ കണ്ടുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയും. അധ്യാപകനായി കഴിയും. അതോടൊപ്പം തുടക്കം മുതൽ IT തുടങ്ങുന്ന 2002 മുതൽ തുടങ്ങുന്ന IT കോർഡിനേറ്റർ സ്ഥാനം, അങ്ങനെ SITC ആയിട്ട് ചാർജ് എടുക്കുന്നു. അത് ഈ കഴിഞ്ഞ മാസം വരെ ഞാൻ അതിൻ്റെ കഴിഞ്ഞ വർഷം വരെ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ചാർജ് എടുത്തിട്ട് 10-21 കൊല്ലത്തോളം IT കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. ഒരു IT കോർഡിനേറ്റർ പ്രവർത്തനം എന്താണെന്നുള്ളത് ഒരു സ്കൂളിൽ അധ്യാപകർക്ക് അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട അധ്യാപകരാണ്. അതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഈ പ്രദേശത്തായതുകൊണ്ടാണ്. എനിക്ക് സമയം കിട്ടി. ബസ്സിൽ പോയി ദൂരെ ജോലി ചെയ്യുകയാണെങ്കിൽ കിട്ടത്തില്ല. ഇവിടെ സമയം കഴിഞ്ഞാൽ വീട്ടിൽ പോയി എനിക്ക് ചെയ്യാൻ കഴിയും. എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിൽക്കാൻ കാരണം ഇത് കൊണ്ടുപോയി ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ പച്ചപിടിച്ചത് ഈ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങളത് സ്നേഹിച്ചു സ്നേഹിച്ചു. അവരോട് എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്, ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ചെയ്യാൻ പറ്റുന്ന മേഖലകളെല്ലാം ഏതൊക്കെ മേഖലയിൽ ഇടപെടാൻ കഴിയുമോ അതെല്ലാം ഇടപെടാൻ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഈ 2 പതിറ്റാണ്ട് കാലം ചെയ്തെന്നുള്ള സത്യം തന്നെയാണ്. അതിനവസരം നൽകിയത് ഈ സ്കൂളാണ്. ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകർക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് ആദ്യം ഈ സ്കൂളിൽ അവസരം തന്ന ഭാരവാഹികളോട് അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോട് മുഴുവൻ കമ്മിറ്റി അംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. ഭദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഭദ്രൻ സാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ ഇപ്പം ഒരു വലിയ ഒരു ഹൈടെക് ബിൽഡിംഗാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ആ ഹൈടെക് ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് റൂമുകൾ ഹൈടെക് ആക്കണമായിട്ട് കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ഹൈടെക് ആക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ് മുറികളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ കുട്ടികൾക്ക് അതിനകത്തിരിക്കാൻ ബുദ്ധിമുട്ടായി. ചൂടാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ 94 ബാച്ചുകാർ ഫാനുകളല്ല തന്നെ നിങ്ങളാണ് ആ ഫാൻ തന്നത്. ഇത്ര കുട്ടികൾക്കും ആ ഫാൻ കൊടുത്തേക്കാണ്. അപ്പോൾ അത് വലിയൊരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു. ഒരുപക്ഷെ PTA ഒരു കൂട്ടായ്മ ചെയ്ത ഒരു പ്രവർത്തനം ആദ്യം ഈ നിൽക്കുന്ന ഓഡിറ്റോറിയമാണ്. 84-85 ഒരു പൂർവ്വ വിദ്യാർത്ഥികളിൽ PTA നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ഓഡിറ്റോറിയം ഇവിടെ പൊതുവായി പണിഞ്ഞത്. പിന്നീട് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ചുവട്ടിലെ ഒരു പ്രവർത്തനം ചെയ്തേക്കുന്ന ആ ഒരു ഭിത്തി ഉണ്ടാക്കിയതല്ലാതെ പൊതുവായ ഒരു കൂട്ടായ്മയിലൂടെ പ്രവർത്തനം ചെയ്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് മാനേജ്മെൻറ്റാണ്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്ത പ്രവർത്തനമാണ്. ഇന്ന് ഈ കുട്ടികൾക്കെല്ലാം ക്ലാസ്സിൽ നിന്ന് തലയിൽ കാറ്റുകൊണ്ട് പഠിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രവർത്തനമാണ്. സർവേഷൻ അനുഗ്രഹിക്കട്ടെ. ആ ചെയ്ത പ്രവർത്തനം വളരെ പുണ്യമാണ്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഈ കൂട്ടായ്മ സ്നേഹവും ഒക്കെ എന്നും നിലനിൽക്കണം. ഈ വരുന്ന നിങ്ങൾ കുറച്ചുകൂടെ ആൾക്കാർ വിപുലീകരിക്കാമെന്ന് ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് വിപുലീകരിച്ചുകൊണ്ട് നിങ്ങളിലുള്ള കുട്ടികളിൽ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വീട് വെച്ച് കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞു. പെയിന്റ് ചെയ്ത് കൊടുത്ത കഥയൊക്കെ ഞാൻ അറിഞ്ഞു. ആ വീട്ടിൽ പോയി നിങ്ങൾ തന്നെയാണ് ആ വീട്ടിൽ പെയിന്റ് ചെയ്ത് കൊടുത്തത്, മുകളിൽ ഷീറ്റിട്ട് കൊടുത്തതൊക്കെ ഞാൻ അറിയിക്കുന്നത്. ഇതാണ് കൂട്ടായ്മ. നിലനിൽക്കട്ടെ. നമ്മളിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരുണ്ടാവും. അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്താൻ ഈ കൂട്ടായ്മയിൽ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇത്തരണത്തിൽ വലിയ ഒരു ആദരവ് ഈ വേദിയിൽ വെച്ച് തന്നു. വളരെ അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് രാജീവ് സാറിൻ്റെ ഒരു വലിയ പ്രവർത്തനത്തിനകത്തുണ്ടെന്ന് എനിക്കറിയാം. സാർ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളായാലും മാനേജ്മെൻറ്റുമായി ചേർത്ത് തന്നുകൊണ്ടും നമ്മുടെ PTA ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെ ചെയ്യാൻ സംഘാടകനായിട്ടുള്ള നല്ലൊരു അധ്യാപകനാണ് രാജീവ് സാർ. നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ഇതിൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു. മാത്രമല്ല നിങ്ങൾക്കൊരു കോർഡിനേറ്ററായിട്ടുള്ള അധ്യാപകരെ കിട്ടി, മോഹന സാർ. അത്തരത്തിൽ സാറിനെ നിയമിച്ച് കിട്ടിയ വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇത്തരത്തിൽ ഒരു വലിയ ആദരവ് നൽകിയ ഈ ചങ്ങാതിക്കൂട്ടത്തിലെ മുഴുവൻ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും സ്കൂളിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അകമഴി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും കഥ പറയാനൊരു ശിശിരം.
ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും കഥ പറയാനൊരു ശിശിരം. കുടമണി വിതറും പുലരികളിൽ കൂടണയും സന്ധ്യകളിൽ ഒരേ ചിറകിൽ ഒരേ കനവിൽ, ഒരേ ചിറകിൽ ഒരേ കനവിൽ കുളിരും തളിരും ലഹരികളും പങ്കിടുവാൻ മോഹമിഴും ഇണക്കുരുവികളുടെ ശിശിരം. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും കഥ പറയാനൊരു ശിശിരം. മതികലയെഴുതും കവിതകളിൽ കാക്കുയിലിൻ ഗാഥകളിൽ ഒരേ ശ്രുതിയായി ഒരേ ലയമായി, ഒരേ ശ്രുതിയായി ഒരേ ലയമായി മിഴിയും മൊഴിയും യൗവനവും കതിരണിയാൻ ദാഹമിഴും മനസ്സുകളുടെ ശിശിരം. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും നമ്മളെല്ലാ കൂട്ടുകാരും ഒന്നാമതൊന്ന വിചാരം എല്ലാവർക്കും വേണം. അതേപോലൊക്കെ തന്നെ നമ്മുടെ ഗൾഫിൽ ഈ പ്രോഗ്രാമിന് വേണ്ടി തന്നെ വന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ വരിക എല്ലാവരും നമ്മുടെ പ്രോഗ്രാമിൽ അടുത്ത പാട്ടാണ് നിർത്തി ഒരു പാട്ട് പാടി നമ്മുടെ ഈ ഇതൊന്ന് കൊഴിപ്പിക്കുക. പാടാനുള്ള നേരം മനസ്സിലാക്കുന്നു. നമ്മളെല്ലാം കഴിയുക.
നിൻ തുമ്പു കെട്ടിയിട്ട ചുരുമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടി സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ സുതാര്യ സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ ഒഴുകി ഞാനറിയാതെ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുമുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുമുടി കരുണാനിധി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കളിൽ കരുണാനിധി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു രാഗമാലയായി ഇത് നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്ന आ गया तो मन पद
जाएगी तू मेरे सपनों की रानी कब आएगी तू आए तू मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए तू मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया प्यार की गलियां बाहों की गलियां सब रंग रलियां पूछ रहे हो प्यार की गलियां बाहों की गलियां सब रंग रलियां पूछ रहे हो कि तू पकड़ गति कानू पाएगी मेरे सपनों की रानी कब आएगी നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൽ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലമഞ്ഞൾ തോടിലേക്ക് പോകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ഞൾ കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മരത്തണലിൽ മരത്തണലിൽ ഒരു കൊമ്പിൽ മണ്ണ് കൊണ്ടു വീട് വയ്ക്കാം ഒരു തുമ്പ പൂവ് കൊണ്ടു വീഴുന്നോരുക്കാം കരുവിന്നാൻ ഒരു കാറ്റിൽ കരുവിന്നാൻ പാട്ടുപാടാം ഓ മധുരിക്കും ഓർമ്മകളെ മലമുണ്ടിൽ കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടി മാറ്റുവട്ടി It's
കിനാവിൻ ലഹരിയിലെങ്ങും കുലമുലക്കൂ വിരിഞ്ഞു അതിലായിരമാശകളാതൊരു പൊന്മലരേ തേൻവന്തുരാ അലരേ തേൻവന്തുരാ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുലമുലക്കൂ വിരിഞ്ഞു അതിലായിരമാശകളാതൊരു പൊന്മലരേ തേൻവന്തുരാ അലരേ തേൻവന്തുരാ പരിമളയോ പുലരുവിയോ സംഗീതം കവിതാരുണ്യം സ്വർണ്ണത്തേക്കിന്ന് അറിവീ തേൻവന്തുരാ അലരേ തേൻവന്തുരാ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുലമുലക്കൂ വിരിഞ്ഞു അതിലായിരമാശകളാതൊരു പൊന്മലരേ തേൻവന്തുരാ അലരേ തേൻവന്തുരാ ധൂം ധൂം
വരികില്ലേ കുളിർമായി നീ മധുരമായി നീ മധുരഭാഷിണി പറന്നു പറന്നു ചിലകവുമായി ഉള്ളിൽ പോയി കൊതിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ കൊതിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ മലയാളികേ മനുകരി ഇനിയും നീ വരികില്ലേ വീരായിരം കഥയുമായി ഹൃദയമോഹിനി പറന്നു തിലകവുമായി പുള്ളിക്കുയിലി പോരുതി സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലി പോരുതി രാജാനമായി നീ മോഹങ്ങൾ തന്നുവോ രാജാനമായി നീ മോഹങ്ങൾ തന്നുപോയി പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നിട്ടെന്നരിൽ വെള്ളി വിധാനിച്ച മറ്റുള്ള പെണ്ണിന്റെ കൊട്ടാരം ഏറെ മോദിച്ചു വല്ല നീയാവരേ വാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം കാലത്തെ കണ്ടു ദിശയുടെ മണ്ണാരം കല്യാണി മുല്ലക്കിനാവിൽ കണ്ണ തുറക്കുന്നു വെള്ളി കൂടിയൊടുക്കുന്നേ ഓടി വന്ന മഴമുകിലേ ദൂരെ മാറിയേ ഓടി വന്ന മഴമുകിലേ ദൂരെ മാറിയേ വേദനയിൽ മണ്ണുമുടലിൽ പിന്നിൽ കൊണ്ടിരുന്നു വാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം കാലത്തെ കണ്ടു
ശതസൗരഭം അകലാരിലും മെല്ലെ
Kali
കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ ആരിരാരി രാരിരോ ആരിരാരി രാരിരോ ആരിരാരി രാരിരോ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാജാവായി മാറും നീ ഒരു കാലം കോമലേ രാജാവായി മാറും നീ ഒരു കാലം കോമലേ മറക്കാതെ അന്നു നിൻ കാതൽ സ്നേഹം
जब साबिर कहा लगा तुमको वो हसीना से दिल की बात हो उसके जैसे हंसी तेरे देखे नहीं उसके जैसे हंसी मैंने देखे नहीं तमन्ना तुझे महकाना मुझको ओ मेरे तुझसे मिलने की तमन्ना है प्यार है राधा है और एक वादा है ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവരെ ഉന്മാദത്തേനകൾ തുണ്ടിലണിഞ്ഞവരെ രാഗം നീയേ താളം നീയേ സംഗീത ശില്പം നീയല്ലേ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവരെ ഉന്മാദത്തേനകൾ തുണ്ടിലണിഞ്ഞവരെ രാഗം നീയേ താളം നീയല്ലേ സംഗീത ശില്പം നീയല്ലേ പുഞ്ചിരി തേൻ മഞ്ചരി വാ 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 സഖി വാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവരെ ഉന്മാദത്തേനകൾ തുമ്പിലണിഞ്ഞവരെ രാഗം നീയല്ലേ താളം നീയല്ലേ ഉന്നാത്ത സംഗീത ശില്പം നീയല്ലേ നീ അതുലഭമതമയോ മധുമതമോ നന്ദനത്തിൽ വാ നിന്നെ മിഴി താരമ വാ 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 സഖി വാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവരെ ഉന്മാദത്തേനകൾ തുമ്പിലണിഞ്ഞവരെ രാഗം നീയല്ലേ